എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു പഴയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഉള്ളതാണ്. എല്ലാം മിസ്സായി കിടക്കുകയായിരുന്നു. നമ്മുടെ ലാപ്ടോപ്പ് ചെറിയൊരു പണി തന്നു. എന്നാൽ ഇപ്പോൾ അത്യാവശ്യമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയത് കൊണ്ട് ഞാൻ വേഗം നമ്മുടെ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യുക. കാരണം എനിക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു ടൈമാണിത്. അതായത് ഞാൻ കണ്ണൂരിൽ നിന്ന് തിരിച്ച് ആൻഡമാനിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ ഒരു ഷോർട്ട് വെക്കേഷന് വേണ്ടിയിട്ടാണ് വന്നത്. ഒരു 10 ദിവസം അങ്ങനെയാണ് വന്നത്. അതിനിടയിൽ നമ്മൾ ആലപ്പുഴയിലൊക്കെ പോയിട്ട് വന്നു. നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കസിൻസിനെ ഒന്നും കാണാനുള്ള ടൈം കിട്ടിയിരുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു വെക്കേഷന് നാട്ടിൽ വന്നിട്ട് ഇവരെ കാണാതെ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ വെക്കേഷൻ ഒരിക്കലും കംപ്ലീറ്റ് ആവാത്ത പോലെയാണ് ഫീൽ ആവുക. കല്യാണം മുമ്പ് തൊട്ട് തന്നെ, അതായത് നമ്മുടെ കല്യാണത്തിന് മുമ്പ് തന്നെ പ്രജി എന്നോട് ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞ് എനിക്ക് നല്ല അറിവാണ് ഇവരെ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ തൊട്ട് എനിക്കിവരെ ഒന്നും ഒരു അകൽച്ച തോന്നിയിരുന്നില്ല. ഭാഷയും പ്രശ്നമായി തോന്നിയിരുന്നില്ല. ആലപ്പുഴയും കണ്ണൂരിലെയും ഭാഷ ഭയങ്കര ഡിഫറൻസാണ്. കുറേ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. പക്ഷേ ഇവരെക്കുറിച്ചൊക്കെ പ്രജി പറഞ്ഞുള്ള അറിവുകൊണ്ട് തന്നെ എനിക്ക് വലിയ അകൽച്ചയൊന്നും തോന്നിയിരുന്നില്ല. കസിൻസ്, ചേച്ചിമാരോടായാലും ചേട്ടന്മാരോടായാലും. കഥകളൊക്കെ വഴിയേ പറയാം. ഇപ്പം നമുക്ക് ഇന്നത്തെ പ്രസൻറ്റ് വിശേഷങ്ങളിലേക്ക് പോവാം. ആലപ്പുഴ വീട്ടിൽ നിന്ന് ഞാൻ കണ്ണൂരിലേക്ക് വന്ന പാടെ തന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ, അതായത് അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ ചെയ്ത കാര്യം, രാത്രി തന്നെ കുറേ കാര്യങ്ങൾ, അതായത് ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്നതും കണ്ണൂരിൽ നിന്ന് നമ്മൾ എടുത്തു വെച്ചതുമായ കുറേ കാര്യങ്ങൾ പാക്ക് ചെയ്ത് പോസ്റ്റ് വഴി ആൻഡമാനിലേക്ക് അയക്കുകയാണ്. കാരണം നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ ലഗേജിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ആ ഒരു പണിക്ക് ഇറങ്ങി. എന്നിട്ട് ശമ്പൂട്ടന് പോസ്റ്റ്മാന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ ഇടുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ കവർ ഇടാഞ്ഞത്. പോസ്റ്റ്മാന് ഭയങ്കര താങ്ക് യു പറഞ്ഞിട്ട് അവൻ്റേതായ രീതിയിൽ ഒരു ലെറ്റർ എഴുതിയിട്ടതിൻ്റെ സന്തോഷമാണ് ആ കാണുന്നത്. അപ്പോൾ 2 ബോക്സുകളാണ് ഞങ്ങൾ ആൻഡമാനിലേക്ക് അയച്ചത്. ഇപ്പം നമ്മൾ അയച്ചാൽ നമ്മളങ്ങ് എത്തുമ്പോഴത്തേക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേന് വരുമല്ലോ. അതിനുശേഷം ഇന്നെൻ്റെ കസിൻസിൻ്റെ മക്കളൊക്കെ അടിപൊളിയായിട്ട് നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വരികയാണ്. നാളെ നമുക്ക് തിരിച്ച് ആൻഡമാനിലേക്ക് പോകേണ്ട ദിവസം കൂടിയാണ്. അപ്പോൾ എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആൻഡമാനിൽ തന്നെ നമ്മുടെ ഫ്രണ്ട് അഞ്ജു അവളുടെ ബൈ ഹാൻഡ് ഉണ്ടാക്കിയ ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. അതായത് ക്ലിപ്സാണ്, കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ളത്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവരത് കുത്തിക്കൊണ്ട് നടന്നു. പക്ഷേ വീഡിയോയിലേക്ക് പറയുമ്പോൾ അവർക്കൊരു ചമ്മലാണ് കേട്ടോ. എന്തായാലും അവർക്ക് ഹാപ്പിയായി. പിന്നെ ഞാൻ അവർക്ക് കുറച്ച് മാലകളും കൈച്ചേനുകളും പിന്നെ ആൺകുട്ടികൾക്ക് വേറെ സാധനങ്ങളും ഒക്കെ മേടിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ വർഷവും നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ ലീവിനും നമ്മൾ വരുമ്പോൾ ഇവരെയൊക്കെ നേരിട്ട് പോയി കാണാറാണ് പതിവ്. ഈ പ്രാവശ്യം അതിനുള്ള സമയമില്ല. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്ക് ലഗേജിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയി. മെയിനായിട്ട് ഞാൻ കേക്കിൻ്റെ സാധനങ്ങളാണ് കേട്ടോ പ്രിഫറൻസ് കൊടുത്തത്. പിന്നെ ഒരാൾക്ക് വാങ്ങിയ സാരി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അതിനൊക്കെ പോയി, ആൻഡമാനിലേക്ക് കൊണ്ടുപോകാനുള്ളതാണേ. അതിനൊക്കെ പോയി ആ പണിയെല്ലാം കഴിഞ്ഞ് കൃത്യമായിട്ട് നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഒരുവിധം കഴിഞ്ഞതിന് ശേഷം പോകുന്നതിൻ്റെ തലേന്നാണിത്. അന്ന് പോയി നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. കാരണം അടുത്ത ദിവസം നമ്മുടെ കസിൻസ് എല്ലാവരും വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ തലേന്ന് തന്നെ ഏട്ടനും ചേച്ചിയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായിട്ട് ഞാനും ഏട്ടനും കൂടെ പണിക്കിരുന്നു കേട്ടോ. കാരണം നമുക്ക് വലിയൊരു ബിരിയാണി വെക്കാനുള്ളൊരു പണിയിലാണ്. നമ്മുടെ കോസ്റ്റ്യൂംസ് ഒന്നും നോക്കരുത്. ഇതൊക്കെ ശമ്പൂട്ടിൻ്റെ ഡെലിവറി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഡ്രസ്സുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും മൈൻഡ് ആക്കണ്ട. എൻ്റെ എന്നല്ല, ആരുടെയും ഡ്രസ്സുകൾ മൈൻഡ് ആക്കണ്ട. കാരണം ഞങ്ങൾ ഇന്നൊരു അലമ്പ് പരിപാടിക്ക് വേണ്ടി നിൽക്കുകയാണ്. ആരും വീട്ടിനകത്ത് കയറുന്നില്ല. വീട്ടിൻ്റെ പുറത്ത് അച്ഛൻ നല്ല ചാണകം മേടിക്കൊരു അടുപ്പൊരുക്കിയിട്ടുണ്ട്. ആ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ഇന്ന് അടിപൊളി ഒരു ദം ബിരിയാണി ഉണ്ടാക്കുകയാണ്. ഞാനും ഏട്ടനും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഉള്ളിയെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബിരിയാണി ഉണ്ടാക്കേണ്ട ആൾ ഓൺ ദ വേ ആണ്. ആളിന്നേ എത്തുള്ളൂ. കുറച്ച് പേരൊക്കെ ഇന്നലെ വൈകിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുകളിലോട്ടുള്ളതെല്ലാം കുഞ്ഞമ്മമാരുടെയും അതേപോലെ അച്ഛൻ്റെ പെങ്ങന്മാരുടെ വീടാണ് മുകളിലോട്ടുള്ളതെല്ലാം. അപ്പോൾ അവിടെയാണ് എല്ലാവരും ഉള്ളത്. പക്ഷേ ഇവരെല്ലാവരെയും കെട്ടിച്ച് വിട്ടിടത്താണ് ഇപ്പോൾ ഉള്ളത്. അവരെല്ലാവരും ഇന്നലെ രാത്രിയും ഇന്നുമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. കുറേ പേരൊക്കെ എത്തി. അവർ വരുമ്പോഴത്തേക്ക് ഞാനും ഏട്ടനും അമ്മയും പ്രജി എല്ലാവരും കൂടെ ചിക്കനൊക്കെ മേടിച്ച് കഴുകി വൃത്തിയാക്കി ഉപ്പും മുളകും എല്ലാം പുരട്ടി വെച്ചു. ഉള്ളിയും നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം കഴുകി വെട്ടി വൃത്തിയാക്കി ഒരുക്കി വെച്ചു. ഇനി ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചാൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ നമ്മുടെ സ്റ്റാർ സന്ധ്യേച്ചിയാണ് കേട്ടോ. സന്ധ്യേച്ചി വളരെ വലിയ എമൗണ്ടിൽ ബിരിയാണി ഉണ്ടാക്കാൻ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ സന്ധ്യേച്ചി ചോദിച്ച പാടെ ഞാൻ വരാൻ ലച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം നമ്മളെല്ലാവരും കൂടി ഈ കൂടാൻ വിചാരിച്ച കാരണം ഇത് തന്നെയാണ്. എല്ലാ പ്രാവശ്യവും ലീവിന് വരുമ്പോൾ നമ്മൾ എല്ലാവരെയും പോയി കാണും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഈ പ്രാവശ്യം സമയമില്ലാത്തതും എല്ലാവർക്കും കാണുകയും വേണം. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ
എല്ലാവരുടെയും വീട്ടിൽ പോവുകയാണെങ്കിൽ നമുക്കെല്ലാവരെയും കാണാം, അവർക്കൊക്കെ നമ്മളെയും കാണാം. പക്ഷേ അവർക്ക് പരസ്പരം കാണാനുള്ളൊരു അവസരം ഇല്ലല്ലോ. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റാർ സന്ധ്യേച്ചി. അപ്പോൾ സന്ധ്യേച്ചി വന്ന പാടേതാ ഓട്ടുരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഉള്ളി ഒരിക്കാൻ തുടങ്ങി. ബിരിയാണിയുടെ തുടക്കമാണ് ഈ കാണുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദറാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതായത് നമ്മളായിട്ട് വിചാരിച്ച് ഉണ്ടാക്കിയതാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളും കാരണങ്ങളും ഒന്നുമില്ലാത്ത ഒരു ഗെറ്റ് ടുഗദർ. അപ്പോൾ എല്ലാവർക്കും പരസ്പരം കാണാനും സംസാരിക്കാനും ബാക്കി അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റിയിട്ട് കുറച്ച് സമയം പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യാനും കുട്ടികൾക്ക് അവരവരുടെ കസിൻസിനെ ഒന്ന് മീറ്റ് ചെയ്യാനും അവരോടൊപ്പം കളിക്കാനും, പ്രത്യേകിച്ച് ശമ്പൂട്ടനെ എല്ലാവരുടെയും വീട്ടിൽ പോയി കാണുവാണെങ്കിൽ 1-2 പേരെയല്ലേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാവരെയും കൂടി ഇങ്ങനെ വിളിച്ചു കൂട്ടുമ്പം ഒരു സ്കൂൾ വെക്കേഷൻ ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ കുട്ടികൾക്കൊക്കെ ക്ലാസ്സും കാര്യങ്ങളും ഉണ്ട്. നമ്മളൊരു വെള്ളിയാഴ്ച വൈകിട്ടാണ് എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടി ശനിയും ഞായറും വീട്ടിൽ കൂടാം. തിങ്കളാഴ്ച ഒരു പബ്ലിക് ഹോളിഡേ ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടാമെന്ന് കരുതി അങ്ങനെ വന്നതാണ്. അപ്പോഴത്തേനിതാ കാത്തോട്ട് കുറേ മുട്ടായി ഒക്കെ കൊണ്ടുവന്നു, ഏട്ടൻ കൊണ്ടു കൊടുത്തു മക്കൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ചേച്ചിയും ചേട്ടനും സന്ധ്യച്ചും ഒക്കെ വലിയ വലിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്ന് തോന്നും, പക്ഷെ അല്ല കേട്ടോ. ഞങ്ങൾ ചുമ്മാ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും കൂടി ഒരുമിച്ച് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്, പണിയൊന്നും എടുത്തില്ലേലും ഇങ്ങനെ കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞ് കൊടുക്കുക എന്ന് പറയുന്നത് പണിയെടുക്കുന്നതൊക്കെ ഉഷാറ് കൂട്ടുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ സന്ധ്യച്ചോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വരുമ്പോൾ ചെമ്മീൻ ചമ്മന്തിപ്പൊടിയും നാരങ്ങാച്ചാറും ഒക്കെ കൊണ്ടുവരണം, എനിക്ക് ആൻഡമാനിലേക്ക് കൊണ്ടുപോകാനെന്ന്. അപ്പോൾ സന്ധ്യേച്ചി ഓടി പിടിച്ച് അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഷോർട്സിലൊക്കെ എല്ലാ ദിവസവും കാണുന്നത്. എൻ്റെ അമ്മ അടിപൊളിയായിട്ട് അച്ചാറുണ്ടാക്കും. അച്ചാർ മാത്രമല്ല എല്ലാ ഫുഡും. പക്ഷേ അത് കഴിച്ചാൽ ആർക്കും പറയാൻ കഴിയില്ല അത് വീട്ടിലുണ്ടാക്കിയതല്ല എന്ന്. കാരണം അതിനൊരു ഹോം മെയ്ഡ് ടച്ചാണ്. പക്ഷേ സന്ധ്യേച്ചി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലും ആരും പറയില്ല അത് പാക്കറ്റ് അല്ല എന്ന്. അതാണ് വ്യത്യാസം. അത്രയും ടേസ്റ്റാണ്, ഒരിക്കലും കേടാവാത്ത നമ്മൾ പാക്കറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ നമ്മുടെ ഗ്രേവിയൊക്കെ ഉള്ള ഒരു അച്ചാർ. അമ്മ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പെരണ്ടിരിക്കുന്ന അച്ചാർ. രണ്ടും വ്യത്യസ്ത രീതിയിൽ, രണ്ടും വ്യത്യസ്ത ടേസ്റ്റാണ്. എന്നാലും രണ്ടും പൊളിയാണ്, എനിക്ക് രണ്ടും ഇഷ്ടമാണ്. അപ്പോൾ അവിടുന്ന് അമ്മേനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് പിന്നെ ലീക്ക് ആവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇവിടുന്ന് സന്ധ്യേച്ചോട് പറഞ്ഞിട്ടോ ഇപ്രാവശ്യം ആക്കാൻ. സന്ധ്യേച്ചി ആക്കിക്കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിയെല്ലാം വറുത്തെടുത്തു. കരിഞ്ഞ പോലെ തോന്നുന്നുണ്ടോ? ഇല്ല കേട്ടോ, സന്ധ്യേച്ചി ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊരു അപ്പീലില്ല. ആ ഉള്ളിയുണ്ട്, അല്ല മുറിക്കാം. നമുക്ക് ടേസ്റ്റ് വേണ്ട. ഇപ്പോൾ പ്രജി അവിടെ ഇരുന്ന് എന്നെ ട്രോൾ ചെയ്താണ് കേട്ടോ കേട്ടത്. ഞാൻ ചിക്കൻ മേടിച്ചാൽ ആദ്യം ഉപ്പിട്ടും പിന്നെ വിനിഗർ ഇട്ടൊക്കെ കഴുകിയിട്ട് ചിക്കൻ്റെ ചോരയെല്ലാം പോയി മറ്റേ വെളുത്തിരിക്കുന്ന ചിക്കൻ ആവും എന്ന്. അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട്, അങ്ങനെ വേണമെന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട്. ഞാൻ പറയായിരുന്നു എനിക്ക് ടേസ്റ്റ് കുറച്ച് കുറഞ്ഞാലും ശരി പ്രശ്നമില്ല, പക്ഷേ ക്ലീൻ ആയിരിക്കണം എന്നുള്ളത് എൻ്റെ പ്രശ്നമാണേ. എല്ലാവർക്കും അങ്ങനെയല്ല. ഇപ്പോൾ ഹോട്ടലിലൊക്കെ അങ്ങനെ വിനാഗിരിയും ഉപ്പും ആട്ടപ്പൊടിയും ഒക്കെ ഇട്ട് കഴുകിയിട്ടാണോ നമുക്ക് തരുക? അല്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ടേസ്റ്റായിട്ട് കഴിക്കുന്നില്ലേ? പക്ഷേ വീട്ടിൽ ചെയ്യുമ്പം എനിക്കെന്തോ അങ്ങനെ വെളുത്ത ചിക്കനിൽ കറി വെക്കാനും വറുക്കാനും കഴിക്കാനും ഒക്കെയാണ് ഇഷ്ടം. അപ്പോൾ ദാ മക്കൾ കാര്യമായിട്ട് മീൻ പിടുത്തം തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് അവർ മീൻ പിടിച്ചു കൂട്ടുന്നുണ്ട്. വെറുതെയാണ് കേട്ടോ. അതായത് നിറയെ വെള്ളം ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ആലപ്പുഴയ്ക്ക് പോയത്. ഇപ്പോൾ പാദത്തിൻ്റെ അത്ര വെള്ളമേ ഉള്ളൂ. അമ്മാതിരി കളിയാണ് ശമ്പൂട്ടനൊക്കെ കളിച്ചത്. അവനിപ്പോൾ വീടും വേണ്ട വീട്ടുകാരും വേണ്ടാത്ത അവസ്ഥയാണ്. ചേച്ചിമാരും ചേട്ടന്മാരും എന്താ പൊക്കി എടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ കളിയാണ്, അവൻ കളിക്കട്ടെ അല്ലേ. ശരിയാവില്ല. ഇത് ഞാൻ ഇടുന്നു അടുത്ത വർഷം ഓണത്തിന് വരും. അതെ, ഓണാഘോഷം കണ്ണൂരിൽ ഇങ്ങനെ മീഡിയം കുറച്ചും കൂടി ഒരു സൈസ് കുറവുള്ളതാണെങ്കിൽ ഗ്യാസിൽ വെച്ചുണ്ടാക്കാൻ നല്ല സുഖമാണ്. പണിയെടുക്കലാണ് സൂര്യ. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് എല്ലാം ശരിയാണോ നോക്കിട്ട്
ഇല്ല പിന്നെ ആർക്കും കിട്ടൂല സാധനം കഴിക്കാൻ. റിയൽ വോയിസ് എനിക്ക് കേൾപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മൾ പറയുന്നത് പരദൂഷണാണേ. അപ്പോൾ എല്ലാവരെയും കുറിച്ച് നമ്മളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കുട്ടികളൊക്കെ ക്ഷീണിച്ചതാണ് വന്നിരിക്കുന്നുണ്ട്. കളിയല്ലേ അമ്മ, അതിരി കളിയാണ്. അപ്പോൾ എല്ലാവരും സന്ധ്യച്ച് പണിയെടുക്കുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നു, എല്ലാവരും ഇങ്ങനെ പരദൂഷണവും സ്വന്തം കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്താണ്. ആ ഇരിക്കുന്ന ചേച്ചിയുടെ ചേട്ടനാണ് ആ ചേട്ടൻ, മനസ്സിലായോ? അപ്പോൾ 2 ചേട്ടന്മാർ അല്ല 3 ചേട്ടന്മാർ ഇതിനകത്ത് മിസ്സിങ് ആണ്. അതിലൊരാൾ പണിക്ക് പോയി, അതുകൊണ്ട് 2 പേര് പണിക്ക് പോയി, അതുകൊണ്ട് വരാൻ പറ്റില്ല. ഒരാൾ ഗൾഫിലാണ്, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും നമ്മുടെ കുടുംബത്തെ ഉണ്ട്. ഇത് പിന്നെ അച്ഛൻ്റെ ഫാമിലിയാണ് കേട്ടോ. പ്രജിയുടെ അച്ഛൻ്റെ ഫാമിലിയിലെ കസിൻസാണ്. അമ്മയുടെ ഫാമിലിയിലെ കസിൻസിനെ നമ്മൾ അങ്ങോട്ട് പോയി കണ്ടിരുന്നു. ആ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ആകെ ഒരു വീടേ പോകാനുള്ളൂ, അമ്മമ്മയുള്ള വീട്. അവിടെ തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നത്, ഒരു 2 വീട് മുകളിലും താഴെയായിട്ട്. അപ്പോൾ അധിക ദൂരെ ഒന്നും പോകാനൊന്നുമില്ല. പക്ഷേ ഇവരെല്ലാവരും കല്യാണം കഴിച്ചിരിക്കുന്നത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരെയാണ്. അപ്പോൾ നമുക്ക് ഓടിയെത്താൻ കഴിയില്ല. ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് കഴിക്കാനായിട്ട് അമ്മ ഉണ്ണിയപ്പം കൊണ്ട് തന്നിട്ടുണ്ട്. രാത്രി ഇരുന്ന് ചേച്ചി അമ്മയും കൂടെ ഉണ്ടാക്കിയതാണ്. എല്ലാവരും വരുന്നതല്ലേ, കുട്ടികളൊക്കെ ഉള്ളതല്ലേ, വെറുതെ ഒന്ന് എടുത്ത് പെറുക്കി കഴിച്ചുകൊണ്ടിരിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അതങ്ങോട്ട് കൊണ്ടുവച്ചു. ഉണ്ടാക്കിയപ്പോൾ ഒക്കെ എല്ലാവരും വലിയ ഡിമാൻഡ് ഇട്ടു, ഇതൊക്കെ ആരാ കഴിക്കുക ബിരിയാണിയൊക്കെ ഉള്ളപ്പോൾ എന്ന്. പക്ഷെ സാധനം കാലിയാവുന്ന വഴി ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ചു. അതിനുശേഷം ആ ഒരു പറഞ്ഞിരിക്കുന്ന സമയമായപ്പോഴത്തേനും ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. അത്രയ്ക്ക് എക്സ്പേർട്ടാണ് കേട്ടോ സന്ധ്യേച്ചി. അപ്പം നമ്മൾ പുറകിൽ നിന്നിട്ട് കുറച്ച് കൈസഹായങ്ങളൊക്കെ ഉള്ളൂ. സന്ധ്യേച്ചിയാണ് കംപ്ലീറ്റ്ലി ചെയ്യുന്നത്. ഏട്ടനും അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. ബിരിയാണി മാത്രമല്ല, ഏട്ടൻ്റെ ഒരു സ്പെഷ്യൽ സംഭവമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണിയോടെ കിട്ടുന്ന ബീട്രൂട്ടും അതേപോലെ നമ്മുടെ ഈന്തപ്പഴവും കൂട്ടിയിട്ടുള്ള അച്ചാർ. ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് അത്ര ടേസ്റ്റ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇനി ഒരിക്കൽ പോകുമ്പോൾ ഏട്ടനെ കൊണ്ട് ബിരിയാണി വെപ്പിച്ചിട്ട് നമുക്ക് അച്ചാറും ഉണ്ടാക്കിപ്പിക്കണം. ഈ പ്രാവശ്യം പറ്റിയില്ല, കാരണം ഏട്ടൻ അത്രയ്ക്കൊരു ആരോഗ്യം അടിപൊളിയായിരിക്കുന്ന ഒരു സമയമായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഏട്ടനെ അധികം അങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്തില്ല. വന്നത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം എന്ന് ആ ഒരു അവസ്ഥയിലായിരുന്നു. എന്നാലും ഏട്ടൻ മാറി നിന്നിട്ടൊന്നും ഇല്ല കേട്ടോ. ഏട്ടനും കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. അപ്പോൾ രാവിലെ തന്നെ കണ്ടില്ലേ, ഞാനും ഏട്ടനും കൂടിയാണ് പരിപാടിക്കൊക്കെ തുടക്കം കുറിച്ചത്. അപ്പോൾ ഇനി ഒരിക്കൽ നമ്മൾ നാട്ടിൽ പോകുമ്പം എന്തായാലും ഏട്ടൻ്റെ അച്ചാർ, അതായത് ആ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അച്ചാർ നമുക്ക് കാണിക്കാം. അതങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നതൊന്നുമല്ല, 1 ആഴ്ച 2 ആഴ്ച അതിൽ കൂടുതലൊന്നും അങ്ങനെ വെച്ചേക്കാൻ പറ്റില്ല. കല്യാണത്തിൻ്റെ അന്ന് നമുക്ക് തലേന്നൊക്കെ ഉണ്ടാക്കിയിട്ട് കല്യാണത്തിന് വിളമ്പുന്ന അങ്ങനത്തെ ഒരു ബീട്രൂട്ട് അച്ചാർ, അത് നമ്മുടെ കണ്ണൂർ മാത്രം കണ്ടുവരുന്ന രീതിയിലാണ് കേട്ടോ. അതിലധികം മുളകും എരിവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സിമ്പിൾ അടിപൊളി ഒരു ഇച്ചിരി എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം ഉള്ള ഒരു അച്ചാർ. അപ്പോൾ അതിനധികം പറയുന്നില്ല. അപ്പോൾ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതൊന്ന് പൊരിച്ച എണ്ണയും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റാക്കി സൈഡിൽ വെച്ചു. ഇനി ചോറ് വെക്കണം. ചോറ് വെച്ചിട്ട് അതിന് ശേഷം ബാക്കി ദമ്മിടാവല്ലോ എന്നുള്ള പരിപാടിക്കാണ്. അപ്പോഴത്തേക്ക് വെള്ളിയേച്ചി എത്തി. വെള്ളിയേച്ചിയാണ് നമ്മുടെ കുടുംബത്തിലെ കസിൻസിലെ ഏറ്റവും മൂത്താൾ. പ്രജിയാണ് ഏറ്റവും ഇളയ ആൾ. അപ്പോൾ ഇതിന് നടുക്കുള്ളവരാണ് ബാക്കി എല്ലാവരും. അപ്പോൾ എല്ലാവരെയും കൂടെ കൂട്ടി ഒരുമിച്ചൊരു കാണണം അല്ലെങ്കിൽ കാണാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ സന്ധ്യേച്ചി അളന്നിട്ട് വെള്ളം ഒഴിക്കുകയാണ്. കാരണം എത്ര വെള്ളം എന്നുള്ളത് നമുക്ക് ചെറിയ തോതിലല്ലേ അറിയുള്ളൂ. അപ്പോൾ വലിയതായിട്ടുള്ള ബൾക്കായിട്ടുണ്ടാക്കുമ്പം അതിൽ മിസ്റ്റേക്കൊന്നും വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ സന്ധ്യേച്ചി അത് ചെയ്യുന്നു. വെള്ളിയേച്ചി വന്നിട്ട് കച്ചമ്പർ, അതായത് സാലഡിനുള്ള കുക്കുംബറൊക്കെ അരിയുന്നു. നമ്മൾ അതിനോടിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അതിനോടിങ്ങനെ ചേർന്ന് പറ്റിക്കൂടി നമ്മളും എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് വിഷയദാരിദ്ര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ലാഗൊന്നും ഇല്ല. അവിടെ സമയം പോകുന്നതൊന്നും അറിയുന്നില്ല. രാവിലെ ഈ പണിക്ക് ഇരുന്നതും അറിഞ്ഞു, 12:30 ആവുന്നതും അറിഞ്ഞു. ബിരിയാണി കഴിക്കേണ്ട സമയമായി എന്നുള്ളത് പറഞ്ഞു. ഇതാണ് അച്ഛൻ്റെ സഹോദരങ്ങളാണ് 2 പേര് കേട്ടോ. അവിടെ വന്നിരിക്കുന്നത് സിസ്റ്റേഴ്സ്, മൂത്ത ആൾക്കാരാണ്, മൂത്ത സിസ്റ്റേഴ്സാണ്. അപ്പം അവരുടെയൊക്കെ മക്കളാണ് ഇതൊക്കെ. എന്തായാലും എല്ലാവരും കൂടി അടിപൊളിയായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മുടെ പരിപാടികൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. പിന്നെ പരിപാടിയൊക്കെ കാര്യമായിട്ട് പുരോഗമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് വല്ലാണ്ടൊരു ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. അത് ഇന്നല്ല, നാട്ടിൽ വന്നപ്പോൾ തൊട്ട് വല്ലാത്തൊരു ക്ഷീണമാണ്. അപ്പം ഈ ഒരു അലച്ചിലിൻ്റെയും ഓട്ടപ്പാച്ചിലിൻ്റെയും 10 ദിവസം നിർത്താതെയുള്ള ഓട്ടം, സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തൊരു ഓട്ടമായിരുന്നു 2 വീട്ടിലും. അതിനിടയിൽ നമ്മൾ ചിറ്റപ്പനെയൊക്കെ കാണാൻ മിസ് ചെയ്തു. ഭയങ്കര വിഷമം ഉണ്ട്. അപ്പോൾ
അതിനിടയ്ക്ക് എനിക്ക് വല്ലാണ്ട് തളർച്ചയാണ്. ഒന്ന് തയ്യാറാവാൻ പോലും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല, ഒന്ന് റെഡി ആവാൻ പോലും. അങ്ങനെ എണീറ്റ് നടക്കാനൊരാവതില്ലാത്ത ഫീലാണ്. പക്ഷേ എണീറ്റ് നടന്നേ പറ്റുള്ളൂ എന്നൊരവസ്ഥ. അതിന് കാരണമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് അതിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് കരുതി ഞാനങ്ങ് വിട്ടു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ആൻഡമാനിൽ വന്നതിന് ശേഷം ഒരു 15 ദിവസം ചത്ത പോലെ ഒരു കിടപ്പങ്ങ് കിടന്നു, പനിയടിച്ചിട്ടേ. വല്ലാത്തൊരു കിടപ്പായിരുന്നു. ഞാൻ ശംഭൂട്ടനെ പ്രസവിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പനി വരുന്നത്. എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പനി വന്നിട്ട് ഞാൻ കിടന്നു പോകുന്നത്. അത്രയ്ക്ക് ക്ഷീണമായിപ്പോയി. മെയിൻ ഷെഫുകളെ കിട്ടി. അതെ, ബിരിയാണി ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. അപ്പുറത്ത് കാക്കയുടെയും കുറുക്കൻ്റെയും കല്യാണം നടക്കുന്നുണ്ടേ. മനസ്സിലായോ? അതായത് മഴയും വെയിലും ഒരുമിച്ച് വരുന്നുണ്ട് എന്ന്. ഇത് നമുക്ക് പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ അച്ഛൻ അടുപ്പിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു താർപ്പ വലിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ എറിച്ചിലൊന്നും അടിച്ച് വെള്ളമൊന്നും വീണ് അടുപ്പ് നനയാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ് ഇങ്ങനെ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ചോറെല്ലാം ഇട്ടു, അരിയെല്ലാം വേകാൻ വേണ്ടി വെച്ച്. ഇനി അരി വേകുന്നതും വരെ ഒരു കാലതാമസമാണ്. കാലതാമസം അത്ര വലുതൊന്നും അല്ല, കാരണം ബൾക്കായിട്ട് വെക്കുമ്പോൾ വേഗം വേകുമല്ലോ. കുറച്ച് ആ ഒരു തീ കനലിൽ കിടന്ന് വേകുമ്പോൾ പെട്ടെന്നാവും. സൂര്യപൂച്ചയ്ക്കിട്ട പേരാണ് കേട്ടോ മണിയെന്ന്. അപ്പം മണിയൻ പൂച്ച ആ വഴിക്ക് പോയപ്പോഴത്തേക്ക് ദമ്മിടാൻ സമയമായി. ഇതൊരു എളുപ്പപ്പണിയാണ് സന്ധ്യച്ച് കാണിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ചോറെല്ലാം പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ ചിക്കൻ ഇട്ടിട്ട് പിന്നെ ആ ചോറെടുത്തിടുമ്പോൾ 2 പാത്രം വെറുതെ മോശമാക്കണ്ടേ. ഇത് പിന്നെ അത്രയും ബൾക്കല്ല. ഇച്ചിരി കുഴഞ്ഞ പോലെ തോന്നുന്നുണ്ടോ? പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. കുറച്ച് വെള്ളപ്പറ്റുണ്ട്. ദമ്മിട്ട് കഴിയുമ്പോഴാണ് ആ ഒരു വെള്ളം മാറുള്ളല്ലോ. അപ്പം അപ്പോഴത്തേക്ക് കണക്കാവണമെങ്കിൽ ഈ ഒരു വെള്ളപ്പറ്റിൽ തന്നെ നമ്മൾ ഊറ്റുമല്ല വറ്റിച്ചെടുക്കണം. അപ്പം അങ്ങനെ ചിക്കൻ ഇട്ടതിന് ശേഷം റൈസ് ഇട്ടു, പിന്നെ ഉള്ളി വറുത്തതിട്ടു, നമ്മുടെ കശുവണ്ടി, മുന്തിരിങ്ങ, അതേപോലെ മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് ദമ്മിട്ടു. പിന്നെ ബിരിയാണി മസാല ഇട്ടു. അതിനുശേഷം ചോറ് ബാക്കി ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കോരിയിട്ടു. പിന്നെ ആ സൈഡിൽ ചിക്കൻ ഇടും. അങ്ങനെയാണ് കേട്ടോ. ഒരു ഹാഫ് ആക്കിയിട്ട് അങ്ങനെ ചിക്കൻ ഇട്ടാൽ വേഗം പണി ഒരുങ്ങും. അധികം പാത്രത്തിലേക്ക് മാറ്റണ്ട, അധികം വേറെ പുറത്തേക്ക് അങ്ങനെ വരില്ല. അങ്ങനെ അപ്പോൾ അതൊരു സന്ധ്യച്ചി അടിപൊളി ഒരു ടെക്നിക്ക് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ വലിയൊരു പാത്രമായതുകൊണ്ട് നമുക്ക് മുകളിൽ വെച്ച് ചെയ്യാൻ കഴിയില്ലല്ലോ. അച്ഛൻ നല്ല ചാണകം മെഴുകിയിട്ട് തറയാണ്, നല്ല വൃത്തിയാണ്, ക്ലീനാണ് എല്ലായിടും. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ എടുക്കുന്നത്. പിന്നെ അതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യും പിന്നെ നമ്മുടെ റോസ് വാട്ടർ ഇല്ലേ, പനിനീര്, അതും ഒഴിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ റോസ് വാട്ടർ ഒഴിക്കുന്നത്. ബിരിയാണി എസൻസ്, അതല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ്, അല്ലെങ്കിൽ പൈനാപ്പിൾ കട്ട് ചെയ്തൊക്കെ ഇടാറുണ്ട്. അപ്പം ഞാൻ ഈ നമ്മുടെ റോസ് വാട്ടർ പനിനീര് ഒഴിക്കുന്നത് ആദ്യമായിട്ട് കാണുമ്പോൾ ഏട്ടൻ പറയാണ്, സദ്യയിൽ അങ്ങനെ പല ടെക്നിക്സും ഉണ്ട്. നമുക്ക് ഒന്നെങ്കിൽ പനിനീര് ഒഴിക്കാം. സദ്യയിലൊക്കെ ആകുമ്പോൾ ഒരു ഫുൾ ഡബ്ബ അങ്ങ് തട്ടും. നമുക്കിപ്പം ഇത്രയല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 10-30 പേർക്കുള്ള ബിരിയാണിയാണിത്. 500 പേർക്കുള്ളത് ഉണ്ടാക്കുമ്പോൾ ഒരു ഫുൾ കുപ്പി അങ്ങ് തട്ടാമെന്നാണ് ഏട്ടൻ പറയുന്നത്. പിന്നെ ചെറി ഇടലുണ്ട്, ചിലയിടത്ത് അനാർ ഇടലുണ്ട്, പൈനാപ്പിൾ ഇടലുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കലുണ്ട് എന്ന് കേട്ടു. ഞാനത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ ചേച്ചി പറയാണ്, സദ്യക്കൊക്കെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചാണ് ഉണ്ടാക്കുക. കാരണം മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചുണ്ടാക്കിയാൽ നമുക്ക് പെട്ടെന്ന് മതിയാവും ബിരിയാണി. അപ്പോൾ അധികം ആരും കഴിക്കില്ല. അപ്പോൾ നമുക്ക് അതൊരു ടെക്നിക്കാണ്. സദ്യയൊക്കെ ഉണ്ടാക്കുമ്പം ഫുഡ് അധികം യൂസ് ആവില്ല. നല്ല അധികം ഫ്ലേവർ കുറഞ്ഞ നെയ്യ് കുറഞ്ഞതൊക്കെ ആണെങ്കിൽ ഒരുപാട് യൂസ് ആകും. പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് മതിയായ ഒരു ഫീല് വരും, കെമിക്കലൊന്നും ചേർക്കാതെ തന്നെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിശേഷങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്തിന് ചേച്ചി ദം ഇടാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പാവം വന്നപ്പോൾ തൊട്ട് ഈ ഒരേ നിപ്പാണ് കേട്ടോ, വലിയ ചട്ടി ഇളക്കിക്കൊണ്ട്. നമുക്കും തോന്നുന്നുണ്ട് പാവം. പക്ഷേ ചേച്ചി ഉഷാറായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. ചേച്ചിക്ക് അങ്ങനെ ക്ഷീണമൊന്നും പറയുന്നില്ല. നമ്മളും താളത്തിന് സൈഡിൽ നിന്ന് വർത്താനം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു സമാധാനത്തിന്. പിന്നെ ഓൾറെഡി ഇത് സെറ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം അടച്ചിട്ട് ദമ്മിട്ട് വെക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ കുക്കുംബർ അരിഞ്ഞത് വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേനും ചേച്ചി ചടപടാന്ന് കാര്യങ്ങൾ നടത്തി. പിന്നെ അപ്പുറത്തുനിന്ന് ചേച്ചി ഇലയെല്ലാം കഴുകുന്നുണ്ട്. ഇവിടെ റായ്ത്ത കുക്കുംബറിൻ്റെ നമ്മുടെ ചല്ലാസ് ആവുന്നുണ്ട്. പിന്നെ കുട്ടികളെല്ലാം ഓരോരുത്തരായിട്ട് കുളിക്കാനൊക്കെ പോയി. കാരണം തോട്ടിൽ അമ്മാതിരി കളിയായിരുന്നു.
ഈ കഴിക്കാൻ വേണ്ടി മാത്രമാണ് കുളിക്കാൻ പോയത്. അതിനുശേഷം വീണ്ടും അവർ തോട്ടിലേക്ക് തന്നെ ഇറങ്ങും കളിക്കാനായിട്ട്. കാരണം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എല്ലാവരും തിരിച്ച് അവരുടെ ലൈഫിലേക്ക് പോവുകയാണ്, ശമ്പൂട്ടൻ ഉൾപ്പെടെ. അപ്പോൾ ഈ കിട്ടിയ ദിവസങ്ങളിൽ നമ്മളവരെ ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല. അടിപൊളിയായിട്ട് അവരങ്ങ് എൻജോയ് ചെയ്യട്ടെ. നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെയാണ് കുട്ടികളുള്ളത്. റോഡ് സൈഡല്ല, കുറച്ച് ഉള്ളോട്ടാണ് വീടുള്ളത്. ഈ വീട്ടിൽ നിന്ന് ഒച്ചത്തിൽ വിളിച്ചാൽ ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവർക്കും കേൾക്കത്തക്ക രീതിയിലുള്ള ഒരു വീടാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. മുകളിലേക്കും താഴേക്കും എല്ലാം നമ്മുടെ സ്വന്തം വീടുകൾ തന്നെയാണ്. സേഫാണ് കുട്ടികൾ. പിന്നെ അത്രയൊക്കെ ആയപ്പോഴത്തേക്ക് ദമ്മ് പൊട്ടിച്ച് ചേച്ചി റെഡിയാക്കി. നമ്മൾ മൈദ ഒന്നും വെച്ചിട്ട് ദമ്മിട്ടില്ല, അല്ലാണ്ട് കനൽ കോരി മുകളിലിട്ട് അങ്ങനെ. അപ്പോഴേക്കും ചേച്ചി ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ ഇരിക്കാൻ വേണ്ടി പോയി. അപ്പോഴത്തേക്ക് ഏട്ടൻ മെല്ലെ ദമ്മ് പൊട്ടിച്ചു. അതിനൊരു സമയവും കണക്കൊക്കെ ഉണ്ടല്ലോ. അതങ്ങ് മാറിപ്പോയാൽ ചിലപ്പം നമ്മൾ വിചാരിച്ച രീതിക്ക് കിട്ടില്ല. അപ്പോൾ ഇളക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഏട്ടൻ കുറച്ച് ഇളക്കിയതിന് ശേഷം ചേച്ചിയോട് പറഞ്ഞു, വെച്ചാൾ തന്നെ വന്ന് ഇളക്കിക്കോളൂ, എന്നിട്ട് സെർവ് ചെയ്തോളൂ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഒരുമിച്ചാണ് എല്ലാം ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയായാലും അവർ രണ്ടാളും കൂടെ അടിപൊളിയായിട്ട് ഇളക്കുന്നുണ്ട്. ആ ഇളക്കുന്നതിൽ ഒരു ടെക്നിക്കൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ ഇളക്കിയല്ലോ എന്ന് വിചാരിച്ച് ചേച്ചി പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാനും നിന്നിട്ടില്ല. അങ്ങനെ അങ്ങ് വാരി. പക്ഷേ ആ ഒരു റൈസിനല്ലേ എല്ലായിടത്തും ഒരേ ഫ്ലേവറായിരുന്നു. ഇപ്പം മസാല കൂടാത്തതുപോലെ തോന്നുന്നുണ്ടോ? പക്ഷേ അങ്ങനെയല്ല. അതിന് എല്ലാത്തിനും ഒരേ ഫ്ലേവർ, ഒരേ മണം, ഒരേ ടേസ്റ്റ്. അടിപൊളിയായിരുന്നു സാധനം. ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് മസാല ഇതിനകത്ത് ദം ഇട്ടുവെന്നേ ഉള്ളൂ. ബാക്കി മസാലയായിട്ട് വേറെ ഉണ്ട് കേട്ടോ. ചിക്കൻ പീസസ് വേറെ കൊടുക്കാനായിട്ട് വേറെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മസാല ഇതിനകത്തുള്ളൂ. കാരണം കുട്ടികൾ കഴിക്കുന്നതല്ലേ, അധികം എരിവായി പോവണ്ട എന്നൊക്കെ കരുതിയിട്ട്. ശമ്പൂട്ടനെ എരിവ് കഴിക്കുകയേ ചെയ്യാത്ത ആൾ അവൻ അടിപൊളിയായിട്ട് ബിരിയാണി കഴിച്ചു. അപ്പം മനസ്സിലാവല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ്. അവൻ ഓടി നടന്ന് താങ്ക് യു വല്യമ്മ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി ബിരിയാണി ഉണ്ടാക്കി തന്ന സന്ധ്യേച്ചിക്ക് ഒരിക്കൽ കൂടി താങ്ക് യു ഒന്നും പറയണ്ട, നമ്മുടെ സ്വന്തം വീടല്ലേ അല്ലേ. അപ്പോൾ എല്ലാം വിളമ്പി ഓരോ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് സെർവ് ചെയ്യാനുള്ളൊരു എളുപ്പത്തിൽ കച്ചമ്പറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്കുള്ള അച്ചാർ ചേച്ചി തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടി കഴിക്കാം. അച്ഛനാണ് രാവിലെ വാഴയിലയുടെ കാര്യം ഏറ്റിട്ട് അച്ഛൻ എല്ലാവർക്കും വേണ്ടി വാഴയിലയും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികളോടെല്ലാവരോടും കൈ കഴുകി വരാനൊക്കെ പറഞ്ഞു. ശമ്പൂട്ടൻ പറഞ്ഞു, ഇല്ല ഞാൻ കുളിക്കൂല, എനിക്ക് പിന്നെയും കളിക്കാൻ പോകണം, കുളിച്ചാൽ പിന്നെ അമ്മ കളിക്കാൻ വിടൂല എന്നൊക്കെ പറഞ്ഞു വലിയ ഡിമാൻഡ് എടുത്തിട്ട് കുളിച്ചില്ല. 1-2 പേര് കുളിച്ചു, ബാക്കി ആരും കുളിച്ചിട്ടില്ല. അങ്ങനെ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേഗം വന്നിരുന്നു ബിരിയാണിയുടെ മണം വന്നപ്പോൾ തന്നെ. അപ്പം നമ്മളെന്താ ചെയ്തത്, വീട്ടിനകത്ത് പത്രപേപ്പറൊക്കെ വിരിച്ച് എല്ലാ കുട്ടികളെയും കൂടെ ഇരുത്തി ഫുഡ് കൊടുക്കാമെന്ന് കരുതി. ഈ വെക്കേഷൻ ടൈമിലൊക്കെ ഒരു കുട്ടികളും അല്ലെങ്കിൽ 2 കുട്ടികളും മാത്രമുള്ള വീടുകൾ തന്നെ തല കീഴായി മറിഞ്ഞതുപോലെ തോന്നാറില്ലേ? അടുക്കി വെച്ച സാധനങ്ങളൊന്നും ഒരിടത്ത് ഇരിക്കില്ല, ബെഡ്ഷീറ്റൊക്കെ വലിച്ചു വാരിയിട്ട് അങ്ങനെ തോന്നാറില്ലേ? അപ്പോൾ ഒരു 10-16 കുട്ടികൾ ഒരുമിച്ചൊരു വീട്ടിലുണ്ടായിരിക്കുമ്പോഴത്തെ അവസ്ഥ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലേ. അപ്പോൾ ആ 16 കുട്ടികളുടെ പേരൻസും അതേ കുട്ടിത്തെ സ്വഭാവമുള്ള നിങ്ങളാണെങ്കിലോ 10-30 പേര് ഒരേപോലെ സ്വഭാവമുള്ളവർ കൂടിയാൽ എങ്ങനെയായിരിക്കും? അതൊക്കെ നമ്മുടെ വീട്ടിലിപ്പോൾ കാണാം കേട്ടോ. കാരണം സാധനങ്ങളെല്ലാം എടുത്തെടുത്ത് എറിഞ്ഞിരിക്കുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. സന്തോഷമാണ്, സമാധാനമാണ് ഏറ്റവും വലുത്. ഹാപ്പി ആയിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുട്ടി സെറ്റിലെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം എന്ന് കരുതി. അപ്പോൾ ഏട്ടന്മാരൊക്കെ വരാനുണ്ടത്രേ. അപ്പോൾ നമ്മുടെ കുഞ്ഞേട്ടനൊന്നും എത്തിയിട്ടില്ല. അവരൊക്കെ വരുന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പക്ഷേ കുട്ടികൾ കാത്തിരിക്കില്ലല്ലോ, അവർക്ക് ഭയങ്കര വിശപ്പാണ് കളിച്ചു വന്നിട്ട്. എന്നിട്ട് അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷം ഈ കുട്ടികൾ കഴിച്ചതിന് ശേഷം അമ്മമാർ കഴിക്കാനിരിക്കുന്നതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. കാരണം ഈ കുട്ടികൾ കഴിച്ചതിൻ്റെ എല്ലാ സാധനങ്ങളും ബാക്കി വരും. ഇപ്പോഴത്തെ പൊതുവേ ഞാൻ കണ്ടിരിക്കുന്നു കുറേ കുട്ടികൾക്കൊന്നും നോൺ വെജ് അങ്ങോട്ട് കഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവർക്ക് എത്ര കൊടുത്താലും ചിലർ കഴിക്കില്ല, ചിലർ നന്നായിട്ട് കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവരവരുടെ കുട്ടികളെക്കുറിച്ച് അവരവർക്ക് അറിയാമല്ലോ എത്ര കഴിക്കും എന്നുള്ളത്. അത് പക്ഷേ നമ്മൾ വിളമ്പുന്ന എല്ലാവർക്കും അറിയണമെന്നില്ല. അതുകൊണ്ട് എന്തായാലും കുറച്ചൊക്കെ ബാക്കി വരും. അപ്പം നമുക്ക് അതേ ഇലയിൽ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞ്, പക്ഷേ ശമ്പൂട്ടൻ അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ആ ഇലയിൽ ഇരിക്കേണ്ടി വന്നിട്ടില്ല. രണ്ടാമത് മേടിച്ചിട്ടുമില്ല. അവൻ അത്ര തന്നെ കഴിച്ച് എൻജോയ് ചെയ്തു. അപ്പോൾ കുട്ടികളെല്ലാം എണീറ്റ് ഒരു വഴിക്ക് കുറച്ച് നേരം പോയതിന് ശേഷം ഞങ്ങൾ വലിയവരെല്ലാം അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ സൂര്യ പറയുകയാണ്, ഞാൻ ചിക്കൻ കാല് കഴിക്കുന്നത് സൂം ചെയ്തെടുക്കണേന്ന്. കടിച്ചിനി കുഞ്ഞിപ്പെണ്ണ് കഴിക്കുന്നില്ലേ?
പറമ്പിലൊരു കോഴിക്ക് പോലും കൊടുക്കാനില്ലാതെ ഞാൻ ഇല നല്ല ക്ലീനായിട്ട് വടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എല്ലാവരും കൂടെ അടുക്കിനിരുന്ന് ഫോട്ടോ എടുക്കാമെന്നൊക്കെ കരുതി ഇരുന്നതാണ്. പക്ഷേ അടുക്കിനിരുന്ന് പരദൂഷണം പറച്ചിലാണ് കേട്ടോ. എല്ലാവരും ഇങ്ങോട്ട് നോക്കുമ്പോൾ ഏട്ടന്മാർ അവിടെ കച്ചറ, കുട്ടികൾ അവിടെ കച്ചറ, അങ്ങനത്തെ പരിപാടികൾ. അവസാനം ഞാൻ വിചാരിച്ചു ഒരു ക്ലിപ്പ് വീഡിയോ ഇട്ടാൽ ഇട്ടേക്കാം, അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ലല്ലോ. എന്നാലും ബാക്കി കുട്ടികളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഓടിക്കളിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് നന്ദുവിന് ഒരു പ്രൊജക്റ്റ് പെട്ടെന്ന് വന്നത് കേട്ടോ. അത് ചെയ്യാനുള്ള ഓട്ടപ്പാച്ചിലാണ് ബാക്കി കുട്ടികളെല്ലാവരും. ഞങ്ങൾ വിചാരിച്ചു അവർ ചെയ്യട്ടെ, നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വർത്തമാനമൊക്കെ പറയാമെന്ന് കരുതിയിരുന്ന് കുറേ കളിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എല്ലാവരും എന്നാൽ പിന്നെ അങ്ങ് നീങ്ങിയാലോ എന്നൊക്കെ ഒരു വിചാരം. ഞാൻ പറഞ്ഞു അയ്യോ പോവല്ലേ, ഇപ്പം പോവല്ലേ, രാത്രിയായിട്ട് പോവാന്ന്. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കുഞ്ഞു പിള്ളേർക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും അപ്പോഴത്തേക്ക് നമ്മുടെ പെൺകുട്ടികളെല്ലാം കുളിച്ച് സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വകയൊരു ഒരു ഫോട്ടോ സെഷൻ ആകാമെന്ന് കരുതി. ഒന്നുമില്ല, നമ്മുടെ അഞ്ജുവിനൊരു സന്തോഷമായിക്കോട്ടെ, അവൾ ഉണ്ടാക്കി തന്ന സാധനങ്ങൾ കുട്ടികൾ വെച്ച് കാണുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ ഒരു സന്തോഷം ഉണ്ടാവില്ലേ. എന്നിട്ട് ഞാൻ താങ്ക് യു അഞ്ജു ആൻറ്റിക്കൊക്കെ പറയാൻ പറഞ്ഞപ്പോൾ അവർ നമ്മുടെ എഴുതി വെച്ചിരിക്കുന്നത് പോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞു പറയിപ്പിച്ച് തന്നെ തോന്നുകയില്ലല്ലോ. ഈ അടുത്തിരിക്കുന്നു ഞാൻ അവൾക്ക് എല്ലാരും എവിടെയാകുമ്പോ പോയി നീ ചമ്മി നമ്പർ പറഞ്ഞേ. 21 ചമ്മി ബെല്ല് വന്നിട്ട് എടുക്ക്. കണക്ഷനും വയ്യാറും ഒന്നും ഇല്ലാത്ത ഫോണിൽ സംസാരിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് വേറെ തന്നെയാണല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്ന് വൈകുന്നേരമായി. നമുക്ക് ചായ പരിപാടി നോക്കിയാലോ. സാധാരണ നമ്മുടെ വീട്ടിൽ പാൽ ചായയാണ്, പക്ഷേ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ലെമൺ ടീ വേണം പോലും. അതാണ് പോലും അതിൻ്റെ ഒരു ഐശ്വര്യം. ആയിക്കോട്ടെ എന്ന് നമ്മളും. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പിള്ളേർക്ക് കയറി ഇറങ്ങി കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നാരങ്ങ ഒഴിച്ച കട്ടൻ ചായയും നല്ല മധുരത്തിൽ പുളിപ്പിൽ പുതിനയൊക്കെ ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റ് അല്ലേ. ഇങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല മത്ത് പിടിച്ചിരിക്കുമ്പോൾ കഴിക്കാനായിട്ട്. അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളെല്ലാം ആയിട്ട് നമ്മൾ കുട്ടികളുടെ അടുത്തും വലിയവരുടെ അടുത്തും എല്ലാം ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ നിന്നിട്ടില്ല. ഇവിടെ അതാ കൊക്കിടാമയുടെ പരിപാടി കാര്യമായിട്ട് നടക്കുകയാണ്. അപ്പോൾ നന്ദൂട്ടിനൊരു പ്രോജക്റ്റ് ഉണ്ട്, കൊക്കിടാമ ഉണ്ടാക്കിയിട്ട് ഫോട്ടോ വാട്സപ്പിൽ അയക്കാൻ സ്കൂളിൽ നിന്ന് പറഞ്ഞു. കൊക്കിടാമ എന്താണെന്ന് അറിയാവോ? അതൊരു രീതിയിലുള്ള നമ്മുടെ ചെടി വളർത്തുന്ന രീതിയാണ്. അതായത് ഒരു വിത്ത് അത് ചെളിമണ്ണിൽ പൊതിഞ്ഞിട്ട് ആ മണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പായൽ കൊണ്ട് പൊതിഞ്ഞ് തൂക്കിയിട്ടിട്ട് അതിനെ വളർത്തുന്ന രീതി. പക്ഷേ ഒരു ദിവസം കൊണ്ട് ഈ വിത്തിൻ്റെ അകത്ത് വെച്ച് വളർത്തി ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യാനാ? അപ്പോൾ അവരെന്ത് ചെയ്തു എന്നറിയാവോ? ചെളിമണ്ണുരുട്ടി അതിൻ്റെ മുകളിൽ പായൽ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലൊരു ചെടി എടുത്ത് കുത്തി വെച്ചു കുക്കടാമ റെഡി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തു. അതാണല്ലേ. പക്ഷേ കാര്യം കുട്ടികൾക്കെല്ലാം മനസ്സിലായി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞും കൊടുത്തിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് അറിയാത്ത കുട്ടികൾക്ക്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ അറിയാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. നമ്മളൊന്നും ഇത് ചെയ്തിട്ടില്ലല്ലോ. ഓരോ രീതിയിലുള്ള ചെടി വളർത്തൽ ഇപ്പോഴല്ലേ പുതിയതായിട്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ വേറെ നാട്ടിലെയൊക്കെ നമ്മൾ അറിഞ്ഞു വരുന്നത്. അപ്പോൾ കൊക്കിടാമ ഉണ്ടാക്കി റെഡിയാവുന്നേ ഇല്ല. കുറച്ച് കഷ്ടപ്പെട്ടു നന്ദൂട്ടൻ അത് ചെയ്യാനായിട്ട്. അവസാനം കുറച്ച് ഹെൽപ്പൊക്കെ നമ്മളും ചെയ്തു കൊടുത്തു നമ്മളെ കൊണ്ടാവുന്ന പോലെ. എന്നിട്ട് അതിനെ ടൈറ്റായിട്ട് കെട്ടിയിട്ട് നമ്മുടെ തോട്ടിലിരുന്നിട്ടാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇവിടെ നിറയെ വെള്ളം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കാൽപാദത്തിൻ്റെ അത്ര വെള്ളമേ ഉള്ളൂ. ഇന്നൊരു മഴ പെയ്തു, ചെറിയൊരു മഴയാണ് പെയ്തത്. എന്നാലും നല്ല കുത്തി ഒഴിച്ച് തോട് പോയി കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ വന്നിട്ട് ഇവിടെ തോടെല്ലാം വൃത്തിയാക്കും. പിന്നെ നമുക്കിവിടെ കുളിക്കാനും അലക്കാനും പാത്രം കഴുകാനും എല്ലാ സൗകര്യമുള്ളൊരു തോടാണ് കേട്ടോ. അത്രയും ക്ലീനാണ്. നമ്മുടെ മുറ്റമാണിത്. അപ്പോൾ ഇത് ഒരു മതിൽ കെട്ടിയിട്ട് അപ്പുറം ആക്കിയിട്ടുണ്ട് എന്ന് മാത്രം. വീട് കുറച്ച് പൊന്തത്തിലാക്കിയിട്ടുണ്ട് എന്ന് മാത്രം. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ കളിക്കാനൊക്കെ സൗകര്യമാണ്. ചെളിയും അഴുക്കും ഒന്നുമില്ല. നമുക്ക് ഈ വരുന്ന ഒരു വഴി നമുക്കറിയാം, തോട്ടിലെ വെള്ളം വരുന്ന വഴി നമുക്കറിയാം, എങ്ങോട്ടാണ് പോകുന്നതെന്നും അറിയാം. ഇതിനപ്പുറത്ത് തന്നെ നല്ല ആഴമുള്ളൊരു തോടും കൂടിയുണ്ട്. ഈ വെള്ളം ഒഴുകി പോകുന്നത് ഒരു ആഴമുള്ള തോട്ടിലേക്കാണ്. അവിടെയും കുളിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ അടിപൊളിയാണ്, അലക്കാനും ഒക്കെ. നമ്മൾ വീട്ടിൽ ബാത്റൂമിലോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലോ അല്ലെങ്കിൽ കിണറ്റിൻ്റെ കരയിലോ നനക്കല്ലിൻ്റെ അവിടെയൊന്നും അലക്കുന്ന ഫീലല്ല നമ്മൾ തോട്ടിൽ പോയിട്ട് അലക്കുമ്പോൾ. വേറെ ഒരു നമ്മൾ ആവശ്യത്തിലധികം വെള്ളം യൂസ് ചെയ്തിട്ട് ഒരു സുഖമാണ്. അപ്പം ഞാനും കുട്ടികളും കൂടെ കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കാൻ കരുതി. കാരണം ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് കുറച്ച് ഒന്ന് നടന്ന് പണിയെടുത്തില്ലെങ്കിൽ ഭയങ്കര മത്ത് പിടിച്ച പോലെ ആയിപ്പോവും. നാളെ ഇനി ഫ്ലൈറ്റൊക്കെ കയറി പോകേണ്ടതല്ലേ.
അപ്പോൾ ഞാനും കുഞ്ഞുങ്ങളുടെ കൂടെ ചുമ്മാ ഒന്ന് ഇറങ്ങി അതുവഴി നടന്ന് വെറുതെ തോട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ശമ്പൂട്ടനും കളിക്കാനൊക്കെ കൂടി. അതിന് ശേഷം അവരൊരു പ്ലാൻ ചെയ്തു, നമുക്ക് വായനശാലയിൽ പോയാൽ എന്താന്ന്. വായനശാല എന്ന് വെച്ചാൽ സ്കൂളിൻ്റെ ലൈബ്രറിയാണ്, സ്കൂളിൻ്റെ പൊതു ലൈബ്രറി പോലെ തന്നെയാണ്. അപ്പോൾ അവിടെ കുട്ടികൾ കളിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. സ്കൂളിനൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ പോയി കളിക്കും. വായനശാലയിൽ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി അത് ചെയ്യാമല്ലോ. അപ്പോൾ അതിനൊക്കെ പോവാം, ശമ്പൂട്ടനും പോകണം വായനശാലയിലെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ കളിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പേ, കാരണം ഇരുട്ടിക്കഴിഞ്ഞാൽ നമ്മളങ്ങനെ കുട്ടികളെ വിടാറില്ല. ഇരുട്ടുന്നേരം വരെ നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ, നമുക്കറിയാത്ത സ്ഥലമൊന്നും അല്ലല്ലോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ എന്ന് പറയും. ഇരുട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ തിരിച്ച് വീട്ടിൽ കയറണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ പണിയിലേക്ക് കടന്നിട്ടുണ്ട്. ബിരിയാണി ചെമ്പൊക്കെ കാലിയാക്കി കഴുകിയെടുത്ത് ഉണക്കി വെക്കാനുള്ള പരിപാടിക്ക്. ഇനിയിപ്പോൾ ഉടനെ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നന്ദൂട്ടൻ്റെ കൊക്കടമ്മ റെഡി ആയിട്ടുണ്ട്. ഏതോ ഒരു കാട്ടുചെടി നടുക്ക് വെച്ചിട്ട് അവൻ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഒന്ന് കാണിച്ചപ്പോൾ നമ്മളും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം ഇപ്പോൾ ചോറുണ്ണുമ്പോൾ ശമ്പു ചോദിക്കുന്നത്, ചോറ് ഉരുട്ടി കഴിക്കാൻ പറയുമ്പോൾ പറഞ്ഞത് കുക്കിടാമയാക്കി കഴിക്കട്ടെ അമ്മയെന്നാണ്. അവൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാം കൂടെ വരിയായിട്ട് തോട്ടിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അമ്മ അവിടെ നിന്ന് കഴുകുന്നുണ്ട്. അപ്പോൾ സോപ്പ് എടുത്തിട്ട് വന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർ പോയാൽ 10 പേര് തിരിച്ചു വരും. ഏട്ടെന്താ കുട്ടികളെ പറ്റിക്കാനായിട്ട് ചെരുപ്പൊക്കെ എടുത്ത് തോട്ടിലൂടെ എടുത്ത് എറിയുന്നുണ്ട്. ബിരിയാണി ആയതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് കിടക്കേണ്ട ഒരു ക്ഷീണമാണല്ലേ. കിടന്നു കഴിഞ്ഞാൽ പിന്നെ പൊങ്ങൂല, ഒരു പണിക്ക് നമ്മളെ കൊള്ളില്ല. അത്ര ഹെവി ആയിട്ട് നമ്മളിന്ന് കഴിച്ചു. പണിയെടുത്ത് കഴിച്ച് കിടന്നാൽ പിന്നെ കിടക്കാൻ തോന്നും നമുക്ക്. അപ്പോൾ ആ ഒരു ക്ഷീണം പിന്നെ ഇരട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും എണീറ്റ് നടക്കുന്നുണ്ട്. അമ്മ നല്ല കഠിനാധ്വാനാണ് കേട്ടോ. അമ്മ അതിൽ നമ്മുടെ ഓട്ടുരുളിയല്ലേ, അതൊക്കെ തോട്ടിൽ കൊണ്ടുവന്നിട്ട് വെണ്ണീർ കൊണ്ട് കഴുകുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആയിട്ട് വരും, നല്ല ഭംഗി ഉണ്ടാവും. നമുക്ക് അതേ ഒരു കളറിൽ തന്നെ നമുക്ക് സുഖമായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അമ്മയുടെ പാത്രങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ, അടിപൊളിയായിട്ട് ഉരച്ച് കഴുകി. അങ്ങനെ കരിപ്പാത്രങ്ങൾ അധികം ഇല്ല, അടുപ്പിൽ വെക്കുന്നുണ്ടെങ്കിൽ പോലും കരിപ്പാത്രങ്ങളില്ല. വെണ്ണീർ കൊണ്ട് കഴുകുന്നതുകൊണ്ട് ആ ഒരു സുഖം കിട്ടും. അപ്പം ഞാനും അതേ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ജാഥ അവിടുന്ന് ഇളകി വരുന്നു. ഞാൻ വിചാരിച്ച് ഇതെന്താണ് പെട്ടെന്നൊരു പുറപ്പാട്. അപ്പം നോക്കുമ്പോൾ എൻ്റെ ബ്ലൗസ് തയ്ക്കാൻ കുറച്ച് കൊടുത്തിരുന്നു, അത് മേടിക്കാൻ വേണ്ടി ടീമായിട്ട് പോവുകയാണ്. 4 ബ്ലൗസ് മേടിക്കാൻ 40 പേരെ. അതിപ്പോൾ കിട്ടില്ല, കുറച്ച് ലേറ്റ് ആവും എന്നറിയാം. പക്ഷെ ആ വഴി പിള്ളേർ വായനശാലയ്ക്ക് മുങ്ങി. സഞ്ജയ് പോവാണോ? അവര് വായനശാലയിൽ പോയി. കുറച്ചേരം പോയിക്കോ. കുട്ടികൾ വായനശാല എത്തിയപ്പോഴത്തേന് വലിയവരെല്ലാവരും ഒന്ന് ശരീരം ഇറങ്ങാൻ വേണ്ടി അവരവരുടെ വണ്ടിയൊക്കെ കഴുകി പിന്നെ കുളിച്ച് ഫ്രഷ് ആക്കാൻ വേണ്ടി പോയി. വൈകിട്ട് കിട്ടില്ലെന്നൊരു മഴയെല്ലാം ആസ്വദിച്ച് നമ്മുടെ പെട്ടിയും പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ വെറുതെ മുറ്റത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത്താഴമൊന്നും ഉണ്ടാക്കാനില്ല, ആർക്കും വലിയ വിശപ്പൊന്നുമില്ല. ഇനി ബിരിയാണി ആരെങ്കിലും കഴിച്ചില്ലെങ്കിലോ എന്ന് കരുതി സൈഡിൽ കൂടെ കുറച്ച് ചോറും കറിയും വെച്ചിരുന്നു, വീഡിയോയിൽ ഉൾപ്പെടുത്താതെ തന്നെ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഭക്ഷണമൊന്നും ഇനി എന്തായാലും വേണ്ട. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ശമ്പൂട്ടനും ബ്രജിയുമായിട്ട് ഇവിടെ അടിയാണ്, പൊരിഞ്ഞടി. അടി കഴിഞ്ഞ് പെജിയമ്മ ഉമ്മ ചോദിച്ചിട്ട് എന്ത് ചെയ്താൽ ശമ്പൂട്ടൻ കൊടുക്കുന്നുമില്ല. എന്നാൽ പിന്നെ നാളെ പോകും ഓർത്തപ്പോൾ ശമ്പൂട്ടന് വിഷമമുണ്ട്. എന്നാൽ ആൻഡമാനിൽ പോയിട്ടാണ്ട് ചേച്ചിമാരെ കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പുമാണ്. എല്ലാം കൂടെ ഒരു മിക്സഡ് ഫീലിംഗ് ആണ്. അവനെ ഒന്ന് കരയിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ വീഡിയോ ഉള്ളതുകൊണ്ട് അവൻ ചിരിച്ചുകൊണ്ട് കരയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. കരയുന്നുണ്ട്, മനസ്സിലെ വിഷമം കണ്ണിൽ കൂടെ വരുന്നുണ്ടെങ്കിലും ചിരിച്ചു തന്നെ നിൽക്കുന്നുണ്ട്. മസാജ് ഫോട്ടോ അല്ല ഒച്ച പറയുന്നുണ്ട്. ഈ ചിരിച്ച് ഇപ്പോൾ ഒരു കള്ളക്കരച്ചിലേക്ക് എത്തും. അത് വേറൊന്നുമല്ല, ഇത്രയും നേരം ഉമ്മ കൊടുക്കാതെ പിടിച്ചു നിന്നിട്ട് ഇപ്പോൾ പെജമ്മയ്ക്ക് ഉമ്മ കൊടുത്തുല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിടിച്ചോണ്ടിരിക്കുക
ഇരുട്ടായി പോയി കൈ മാറ്റടാ പക്ഷെ വോയിസ് കേൾക്കാൻ പറ്റും ആ കുഞ്ഞട്ടെ കരയുമ്പോ നീയാ കരയുന്നത്. അപ്പോൾ കഴിഞ്ഞ വെക്കേഷനിലെ നമ്മളുടെ ലാസ്റ്റ് ദിവസമാണ്. വെക്കേഷൻ കഴിഞ്ഞു. ഇതാണ് കണ്ണൂരിലെ നമ്മുടെ ഒരു ദിവസത്തെ വീഡിയോ കേട്ടോ. ഭയങ്കര സന്തോഷവും, അതായത് ചില കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിലെ തൊട്ടുള്ളത് ഓർത്തിരിക്കില്ലല്ലോ, മറന്നു പോകുമല്ലോ. പക്ഷെ ഒരിക്കലും മറക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ദിവസങ്ങളിൽ ഒന്നായിരുന്നു ഇന്ന്. അടിപൊളിയായിട്ട് ഞങ്ങളുടെ ഒരു ദിവസം കടന്നുപോയി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും കാണുക കേട്ടോ.